നീറ്റ് പരീക്ഷയ്ക്ക് ഇനി 4 മാസം മാത്രമാണുള്ളത്. നീറ്റ് പരീക്ഷയ്ക്ക് ഹൈലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ ആവശ്യമാണ്. കാരണം അത്രയധികം ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അവിടെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന 3 റിവിഷൻ ടെക്നിക്സ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ടെക്നിക്സ്, പക്ഷേ അത് വർക്ക് ആവില്ല എന്ന് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് വർക്ക് ആവുന്നത് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ വെൽക്കം ടു ദിസ് വീഡിയോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഏതെല്ലാമാണ് ആ വർക്ക് ആവാത്ത 3 പോപ്പുലർ റിവിഷൻ ടെക്നിക്സ് എന്നുള്ളത്? ഒന്നാമത്തെ ടെക്നിക്ക് എന്നുള്ളത് റീറീഡിങ് എന്നുള്ളതാണ്. നമ്മൾ റിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് റീറീഡിംഗ് ആണ്, അല്ലേ? നമ്മളൊരു ബുക്ക് വായിച്ചിട്ട് വീണ്ടും ആ ബുക്ക് വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ബട്ട് ദർ ആർ ആക്ച്വലി റിസർച്ചേഴ്സ് വിസ് സേ ദാറ്റ് റീറീഡിംഗ് എന്താണ്, ഒരു ലോ യൂട്ടിലിറ്റി ടെക്നിക്കാണ്. വളരെയധികം അതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം റീറീഡിംഗ് പലപ്പോഴും ഒരു പാസീവ് എക്സസൈസ് ആണ്. ഈ പാസീവ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഒരു പുസ്തകം എടുത്ത് ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ നമുക്ക് തോന്നും ഇതെനിക്കറിയാം. നമ്മളവിടെ റിവിഷൻ എന്നതിനേക്കാൾ റെക്കഗ്നീഷൻ എന്നുള്ളതാണ് നടക്കുക. അപ്പോൾ നമുക്കൊരു തോന്നൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കുറേ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ബട്ട് ആക്ച്വലി ദ റിസൾട്ട് ഔട്ട്പുട്ട് ഈസ് വെരി ലോ. എന്താണ് രണ്ടാമത്തെ പോപ്പുലർ ടെക്നിക്ക് എന്നുള്ളത്? അത് ഹൈലൈറ്റിംഗ് ഓർ അണ്ടർലൈനിങ് ആണ്. ഹൈലൈറ്റിംഗ് ഓർ അണ്ടർലൈനിങ് നമുക്ക് വിഷ്വലി വളരെയധികം ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പാസീവ് ടെക്നിക്ക് മാത്രമാണ്. ഈ പാസീവ് ടെക്നിക്കിൻ്റെ പ്രശ്നം നമുക്ക് പ്രധാനമെന്ന് തോന്നുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പ്രധാനമായിക്കൊള്ളണം എന്നില്ല എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ അത് നമുക്കൊരു ഫീലിംഗ് തരുന്നതിനേക്കാൾ അപ്പുറം അത് നമ്മൾ പഠിച്ചു, അത് നമ്മുടെ ബ്രെയിനിൽ ഏതെങ്കിലും രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതിന് പ്രത്യേകിച്ച് ഒരു എവിഡൻസ് ഒന്നും നമുക്ക് നൽകാൻ സാധിക്കില്ല. അപ്പോൾ റിസർച്ചേഴ്സ് പറയുന്നു ഇതും വീണ്ടും ഒരു ലോ യൂട്ടിലിറ്റി ടെക്നിക്കാണ്. മൂന്നാമത്തെ ലോ യൂട്ടിലിറ്റി ടെക്നിക്ക് എന്നുള്ളത് നോട്ട് മേക്കിംഗ് ആണ്. നോട്ട് മേക്കിംഗ് ഇത് പലപ്പോഴും പല ആൾക്കാരും ഇതിൻ്റെ പേരിൽ തന്നെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവമാണ് നോട്ട് എന്നുള്ളത്. നോട്ട് ഉണ്ടാക്കേണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ പല കളേഴ്സിലുള്ള ഇതുള്ള ഒരു വിഷ്വലി സ്റ്റിമുലേറ്റിംഗ് ആയ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇൻ ഇറ്റ് സെൽഫ് ഈസ് എ ഗുഡ് എക്സസൈസ്. ബട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിവിഷനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ലതാണോ എന്നുള്ളത് വളരെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള സംഭവമാണ്. കാരണം നോട്ടുകൾ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മേ ബി റീഡ് ചെയ്ത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പോയിന്റ്സ് നമ്മൾ എഴുതുന്നു എന്നുള്ളതല്ലാതെ ഇതൊരിക്കലും ഒരു ആക്റ്റീവ്ലി നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഇംബൈബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഒരു റെക്കഗ്നീഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് മൂന്നും പറയുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് എന്ന് പറയുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ആ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് ചില റിസർച്ചുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റിസർച്ച് എന്നുള്ളത് ഒരു വിഭാഗം കുട്ടികൾ അവർ പഠിക്കുന്നു, അവരൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നു, അതിനുശേഷം അവർ അടുത്ത ദിവസം അവരെ ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വീക്ക് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നു. ഡേ ഡിലേ അല്ലെങ്കിൽ വീക്ക് ഡിലേ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ടോപ്പ് 1/3 സ്റ്റുഡൻസിൻ്റെയും ബോട്ടം 1/3 സ്റ്റുഡൻസിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അവർ പഠിച്ച അന്ന് തന്നെ അവർ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് നടത്തിയിട്ട് അവരടുത്ത ദിവസങ്ങളിൽ ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ അത് ഒരു വീക്ക് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞിട്ടും അവർ വീണ്ടും ഒരു ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ അവർക്ക് പഠിച്ചത് എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഗ്രാഫാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് ഒരു ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അന്ന് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 20% ബെറ്റർ പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഇത് നമ്മളെ ആക്ച്വലി വളരെയധികം വണ്ടർ ചെയ്യിപ്പിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ സ്റ്റഡി മെത്തേഡ്സിൽ ടെസ്റ്റിംഗ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് എസ്പെഷ്യലി നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വരേണ്ടത്. മറ്റൊരു സ്റ്റഡി നിങ്ങളെ കാണിക്കാം. അതായത് 4 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഈ 4 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് 4 രീതിയിലാണ് അവർ പഠിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവർ ഒരു തവണ മാത്രം പഠിക്കുന്നു, എന്നിട്ട് അവർ ഒരു ടെസ്റ്റ് എഴുതുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് റിപ്പീറ്റഡ് സ്റ്റഡി, 4 പ്രാവശ്യമാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അവർ ടെസ്റ്റ് എഴുതുന്നു. അതേപോലെ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു കൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവർ ടെസ്റ്റ് എഴുതുന്നു. നാലാമത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവർ വീണ്ടും ഒരു ടെസ്റ്റ് എഴുതിയതിന് ശേഷം അവർ രണ്ടാമതൊരു ടെസ്റ്റ് എഴുതുന്നു, അല്ലെങ്കിൽ റിട്രീവൽ പ്രാക്ടീസ് നടത്തിയതിന് ശേഷം അവർ ടെസ്റ്റ് എഴുതുന്നു. അപ്പോൾ ഇവിടെ അതിനുശേഷമുള്ള റിസൾട്ട്സ് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ 4 തവണ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചവരെക്കാൾ അല്ലെങ്കിൽ 4 തവണ ടെസ്റ്റ് റീറീഡ് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ട് ആരാ പെർഫോം ചെയ്യുന്നത്? ടെസ്റ്റിലൂടെ പ്രാക്ടീസ് ചെയ്ത ആളുകളാണ് പെർഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ഈ പ്രാക്ടീസ് ടെസ്റ്റിംഗ് എന്നുള്ളതാണ് പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ മാർഗം എന്നുള്ളത്. അപ്പോൾ ഇതായിരിക്കണം അടുത്തൊരു 4 മാസത്തേക്ക് നമ്മുടെ ഫോക്കസ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിൽ നേരത്തെ പറഞ്ഞ പോലെ പാസീവ് ലേണിംഗ് ആണ് റീഡിങ്ങിലും ഹൈലൈറ്റിങ്ങിലും മറ്റു കാര്യങ്ങളിലൊക്കെ നടക്കുക. ആക്റ്റീവ് ലേണിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ നമ്മുടെ ബ്രെയിനിൽ വർക്ക് കൊടുക്കണം. അതാണ് പരീക്ഷയിൽ നടക്കുന്നത്. ആ പരീക്ഷ നമുക്ക് എത്രത്തോളം നമുക്ക് മുൻപ് സിമുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും ബെറ്ററായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. കാരണം ഇത് മുൻപ് സിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിന് ട്രെയിൻഡ് ആവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആക്റ്റീവ് റീകോൾ നടക്കുന്നത്, ആക്റ്റീവ്ലി റിട്രീവൽ
നടക്കുന്നതിന് നമ്മുടെ ബ്രെയിൻ ട്രെയിൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ആക്റ്റീവ് റീകോളുമായി ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു വർക്ക്ഷോപ്പ് ജനുവരി 15 നടക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയ ആൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഇൻ എ നട്ട്ഷെൽ നമ്മൾ വളരെ എഫക്റ്റീവാണെന്ന് കരുതുന്ന പലതും ആക്ച്വലി എഫക്റ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് വേസ് അല്ല. നേരെ മറിച്ച് നമ്മൾ പലപ്പോഴും ഭയക്കുന്ന ഒന്നാണ് പരീക്ഷ എന്നുള്ളത്. പരീക്ഷയെ ഭയക്കാതെ പരീക്ഷ ഒരു ലേണിംഗ് ടൂളായി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരമാവധി മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ് ഒരു നീറ്റ് ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് 4 months ചെയ്യാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.